ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോ എന്നും കൂടെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് പുതിയ വീഡിയോ ചെയ്യാനായിട്ടൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അതിനായിട്ട് ഈ താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ഞെക്കുക. പ്ലസ് ബട്ടൺ ഞെക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ യൂട്യൂബ് ഷോർട്സ്, വീഡിയോസ്, ലൈവ്, പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിൽ നമ്മൾ വീഡിയോസിൽ സെലക്ട് ചെയ്യുക. വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിയുമ്പം നമുക്കിതുപോലെ നമ്മുടെ ഗ്യാലറിയിലുള്ള വീഡിയോസ് കാണാനായിട്ട് പറ്റും. അതിനകത്ത് നമ്മൾ ഏത് ലോങ് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെ നമുക്ക് എഡിറ്റ് ഇൻ ടു ഷോർട്ട്സ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ ലോങ് വീഡിയോ ഒരു ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇതുപോലായിരിക്കും വരുന്നത്. അതിൽ നമ്മുടെ ആ ഒരു പടത്തിൻ്റെ മുകളിൽ ഒരു പെൻ ഐക്കൺ കണ്ടോ, ആ ഒരു പെൻ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തംബ്നെയിൽ ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഒരു തംബ്നെയിൽ ഇടുകയാണ്. തംബ്നെയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ വരും. ഇനി നമുക്ക് ഡൺ ക്ലിക്ക് ചെയ്യാം. ഡണ്ണും കൂടെ കൊടുത്തു കഴിയുമ്പം നമ്മുടെ തംബ്നെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം. പക്ഷെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഒരുപാട് വലിയ ടൈറ്റിലൊന്നും കൊടുക്കരുത്. ചെറിയ ടൈറ്റിൽ വേണം കൊടുക്കാനായിട്ട്. കാരണം ഒരുപാട് വലിയ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമുക്ക് ഹാഷ്ടാഗുകളൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേരും ഇവിടെ കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഇമോജീസ് എന്തെങ്കിലും വേണമെങ്കിൽ അതും ഒക്കെ ഇടാനായിട്ട് പറ്റും. അപ്പം നിങ്ങളൊരു കാര്യം മറക്കണ്ട, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ തംബ്നെയിൽ ഇവിടെ കൊടുത്തു കഴിയാറായി. നമ്മളിവിടെ ഹാഷ്ടാഗ് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3 or 2 ഹാഷ്ടാഗ് കൊടുത്താൽ മതി. കൂടിപ്പോയാൽ 3, അതിൽ കൂടുതലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഒരുപാട് ഹാഷ്ടാഗുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വൃത്തികേടാവും. ഇനി നമുക്കിവിടെ സെറ്റ് വിസിബിലിറ്റി എന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾക്ക് പബ്ലിക്കായിട്ടാണോ അൺലിസ്റ്റ് ആയിട്ടാണോ പ്രൈവറ്റ് ആയിട്ടാണോ വീഡിയോ വെക്കേണ്ടതെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ യൂട്യൂബിന് കുറച്ച് പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു സമയമാണിത്. അപ്പം ഞാൻ വീഡിയോ ഏത് സമയത്താണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക. അങ്ങനെ അതും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സെലക്ട് ഓഡിയൻസ് എന്നൊരു ഓപ്ഷൻ നോക്കാം. ഇതിനകത്ത് നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടാണോ ഈ വീഡിയോ അതോ വേറെ ആർക്കെങ്കിലും ആണോ ഈ വീഡിയോ എന്നാണ് വെക്കുന്നത്. കിഡ്സിൻ്റെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അധികം റീച്ചിലേക്കൊന്നും എത്തത്തില്ല. അതുകൊണ്ട് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് പ്ലേലിസ്റ്റിൽ വീഡിയോ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഡൺ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം. ഇനി നമ്മൾ അലൗ ഷോർട്ട് റീമിക്സ് എന്നൊരു ഓപ്ഷനാണ് നോക്കുന്നത്. അതിനകത്ത് നമ്മളുടെ വീഡിയോയുടെ വോയിസോ വീഡിയോ ആർക്കെങ്കിലും മിക്സ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ഓപ്ഷൻ പെയ്ഡ് പ്രമോഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ്. നമുക്കതില്ലാത്തത് കൊണ്ട് നമ്മൾ നോ ആണ് വെക്കുന്നത്. ഉള്ളവരാണെങ്കിൽ എസ് കൊടുക്കുക. ഇനി ആൽട്രേഡ് കണ്ടൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നോക്കാം. അതിനകത്ത് ഈ 3 പോയിന്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വീഡിയോയിലുണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ കമൻസ് നോക്കാം. കമൻസ് എപ്പോഴും ഓൺ ആക്കി വെക്കുക. പിന്നെ ബേസിക് മോഡിലും കമൻസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത്. ഈ വീഡിയോയിൽ എന്താണെന്നുള്ളത് നിങ്ങളൊരു ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കുക. 2 or 3 ഹാഷ്ടാഗും കൊടുക്കുക. ഇനി നമുക്ക് തന്നെ എഴുതാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മെറ്റയുടെ അടുത്തോ ChatGPTയുടെ അടുത്തോ ഒക്കെ ചോദിച്ച് എഴുതാവുന്നതാണ്. നമുക്ക് ഈ ഹാഷ്ടാഗിൻ്റെ താഴെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഏതൊക്കെ ചാനലുകളിൽ എത്ര വീഡിയോസിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഹാഷ്ടാഗുകൾ എന്നുള്ളത്. ഇനി നമുക്ക് അപ്ലോഡ് കൊടുക്കാം.
ഇപ്പോൾ ഇതാ ഇതിവിടെ പ്രോസസ്സിങ് ആവുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ ഇവിടെ റെഡിയാവും. ഇതുകൊണ്ട് നമ്മുടെ പണി കഴിഞ്ഞു എന്നാരും വിചാരിക്കരുത്. ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതിനായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. അതിനകത്ത് കണ്ടൻറ്റ് എന്ന ഓപ്ഷനിൽ വീഡിയോസ് ക്ലിക്ക് ചെയ്യുക. വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ വീഡിയോ അവിടെ വന്നിട്ടുണ്ടാവും. അതിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലത്തെ പെൻ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ നമുക്കിവിടെ കുറേ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിനകത്ത് താഴെ ടാഗ്, ഷോർട്ട്, റീമിക്സ്, കാറ്റഗറി ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ അലൗ എംബഡിങ് ഓഫ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ അലൗ എംബഡിങ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വാട്സപ്പിലിരുന്ന് തന്നെ നമ്മുടെ വീഡിയോ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ വ്യൂ കയറത്തില്ല. ഇനി ഷോ ഹൗ മെനി വ്യൂസ് ലൈക്സ് ദിസ് വീഡിയോ എന്നുള്ളത് നമ്മൾ പ്ലസ് ചെയ്താണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ലൈക്സ് എത്രയുണ്ട്, നമ്മുടെ വീഡിയോയ്ക്ക് എത്ര ലൈക്സ് ഉണ്ടെന്ന് നമ്മുടെ വ്യൂവേഴ്സിന് കാണാനായിട്ട് പറ്റും. ഇനി നമ്മുടെ അടുത്ത ഓപ്ഷനാണ് ആഡ് ടാഗ്സ്. അതിനകത്ത് നമ്മൾക്ക് നമ്മളുടെ ചാനലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ടാഗ്സും, നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് ടാഗുകൾ വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാം. ഇത് വേറെ ആരെങ്കിലും ഇപ്പം ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ അതിനകത്ത് #ആയിട്ട് ക്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്രാഫ്റ്റ് എന്നും പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പം ചിലപ്പം നമ്മളുടെ വീഡിയോ ആ ഒരു സെർച്ചിൻ്റെ പേജിൽ വന്ന് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇവിടെ ലൊക്കേഷൻ എന്നൊരു ഓപ്ഷനുണ്ട്. ഇതിൽ നിങ്ങളുടെ സ്ഥലം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ. ഇനി നമുക്ക് സേവ് ചെയ്യാം. ഇത്രയും കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അത് കറക്റ്റായിട്ട് അപ്ലോഡ് ആവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക്, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.